വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ SCRT ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 9ാമത്തെ സ്റ്റാൻഡേർഡിലെ തേർഡ് ചാപ്റ്റർ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതിനുശേഷം സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചു. രണ്ടും ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ്. ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. ധാരാളം ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ധാരാളം ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് PSC പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 1 by 1 ആയിട്ട് ടീച്ചർ വായിച്ചു തരാം. അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ഓർത്ത് വെച്ച് നോട്ട് ആയിട്ട് എഴുതി എടുക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ എഴുതി എടുക്കുക, അല്ലെങ്കിൽ ക്ലാസ് കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ ചോദിക്കുന്നത് പീഠഭൂമി എന്നാൽ എന്ത് എന്നുള്ളതാണ്. ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങളെ പീഠഭൂമികൾ എന്ന് വിളിക്കുന്നു. സ്ഥാനത്തെ അടിസ്ഥാനമാക്കി നമ്മൾക്ക് പീഠഭൂമികളെ എത്രയായി തിരിക്കാം? 3ആയി തിരിക്കാം. പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ, വൻകര പീഠഭൂമികൾ എന്നിവയാണവ. അപ്പൊ ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്നവയാണ്. അതുപോലെ തന്നെ ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടും കൂടിയതുമായിട്ടുള്ള ഭൂപ്രദേശമാണ് പീഠഭൂമി. 3 പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ടത്, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്, വൻകര പീഠഭൂമികൾ തുടങ്ങിയവ. ഇന്ത്യയുടെ ഭൂപടവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കി നിങ്ങൾ പീഠഭൂമികളൊക്കെ, ഓരോ പീഠഭൂമി ഇവിടെ കൊടുത്തകണ കണ്ടോ? ഡെക്കാൻ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി, അങ്ങനെ ഓരോന്നും നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അതിരുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ വിഭാഗത്തെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതായത് ഉപദ്വീപീയ പീഠഭൂമിയെ നമ്മൾ ഡക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നതടം എന്നും രണ്ടായി തിരിക്കുന്നു. എന്താണ് ഡക്കാൻ പീഠഭൂമി? പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്ക് ഇടയിലായി, വെസ്റ്റേൺ ഗാട്സിനും ഈസ്റ്റേൺ ഗാട്സിനും ഇടയിലായി സത്പുര പർവ്വതമുണ്ടല്ലോ, അതിന് തെക്കുള്ള വിശാലമായ പീഠഭൂമി പ്രദേശത്തെ നമ്മൾ ഡക്കാൻ പീഠഭൂമി എന്ന് വിളിക്കുന്നു. അപ്പോ പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് സത്പുര പർവ്വതത്തിന് തെക്കാണ് എന്ത് കാണപ്പെടുന്നത്? ഡക്കാൻ പീഠഭൂമി കാണപ്പെടുന്നത്. സത്പുര പർവ്വതം, മൈക്കല നിര, അതുപോലെ തന്നെ മഹാദ്യൂ കുന്നുകൾ എന്നീ മലനിരകൾ ഡക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു. തെക്ക് എന്ന അർത്ഥം വരുന്ന ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡക്കാൻ എന്ന പേരുണ്ടായത്. ഇനി അടുത്തത്, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകിപ്പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. അപ്പൊ ബസാൾട്ട് ശിലകൾ, ഗ്രാനൈറ്റ് ശിലകൾ, നൈസ് ശിലകൾ തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡക്കാൻ പീഠഭൂമി രൂപം നൽകാൻ കാരണം. ഡക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ നമ്മൾ ഡക്കാൻ ട്രാപ്പ് മേഖല എന്ന് വിളിക്കുന്നു. ഡക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ ഡക്കാൻ ട്രാപ്പ് മേഖല എന്ന് വിളിക്കുന്നു. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ പ്രദേശത്തിന്റെ സവിശേഷത. അപ്പൊ ഡക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണ് എന്താണ്? കറുത്ത മണ്ണാണ്. ഈ കറുത്ത മണ്ണിന് റിഗർ മണ്ണ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്ലാക്ക് സോയിൽ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫലഭൂയിഷ്ടിയുള്ളതും ജലസംഭരണ ശേഷിയുള്ളതുമായ ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതിനാൽ പരുത്തി കൃഷിക്ക്, അതുകൊണ്ട് ഇതിനെ കറുത്ത പരുത്തി മണ്ണ് എന്ന് വിളിക്കുന്നു. അപ്പൊ റിഗർ അഥവാ വേറെ നമ്മുടെ ബുക്കുകളില് ചെർണോസം എന്ന് കാണാം. അപ്പൊ റിഗർ എന്നും ചെർണോസം, എന്താണ്? ചെർണോസം. അപ്പൊ റിഗർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ചെർണോസം ട്ടോ. ചെർണോസം എന്നറിയപ്പെടുന്നത്, ബ്ലാക്ക് സോയിൽ എന്നറിയപ്പെടുന്നത്, കറുത്ത പരുത്തിമണ്ണ് എന്നറിയപ്പെടുന്നത് ഒക്കെ എന്താണ്? ഡക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ബസാൾട്ട് എന്ന് പറയുന്ന ലാവാ
ശിലകണ അപക്ഷയം സംഭവിച്ചിട്ട് ഉണ്ടായിട്ടുള്ള മണ്ണാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ചുണ്ണാമ്പ്, ഇരുമ്പ്, മാഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകതയാണ്. ഇതിൽ ധാരാളം ചുണ്ണാമ്പും ഇരുമ്പും മാഗ്നീഷ്യവും അലുമിനിയം ഒക്കെ ഉണ്ടെന്നാ പറയണേ കേട്ടോ. ഇനി അടുത്തത് കേരളത്തിന്റെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥയിലും ജൈവ വൈവിധ്യത്തിലും ജനജീവിതത്തിലും നിർണായകമായ സ്വാധീനമാണ് എന്തിനുള്ളത്? സഹ്യപർവ്വതത്തിന് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അതായത് വെസ്റ്റേൺ ഗാട്സിന് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ചോദിച്ചിട്ടുണ്ട്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ എത്ര കിലോമീറ്റർ പഠിക്കണം? 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരയെ നമ്മൾ വെസ്റ്റേൺ ഗാട്സ് അഥവാ പശ്ചിമഘട്ടം എന്ന് വിളിക്കുന്നു. ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിര്. വടക്കു നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ്. പരീക്ഷയുടെ ചോദ്യമാണ്, ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. ആനമുടി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇടുക്കി ജില്ലയിൽ ദേവികുളം എന്ന് പറയുന്ന താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൂടാതെ മൂന്നാർ എന്ന് പറയുന്ന പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇത് എവിടെ കാണപ്പെടുന്നു? ഈ നമ്മുടെ ആനമുടി പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക കേട്ടോ. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്ന പശ്ചിമഘട്ട നിരയ്ക്ക് കർണാടകം, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ് പേര്. അപ്പൊ കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ പശ്ചിമഘട്ട മലനിര അറിയപ്പെടുന്നു. കർണാടകം, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നറിയപ്പെടുന്നു. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നറിയപ്പെടുന്നു. ഇതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട ദോഡ ബെട്ട ഈ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട കൊടുമുടിയാണ്. അപ്പൊ തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട ദോഡാബെട്ട ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു കൊടുമുടിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മുടെ എന്താ പറയുന്നത്, ആനമുടിയുടെ പോലുള്ള ഒരു കൊടുമുടിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ സംസ്കാരത്തിനും ജനജീവിതത്തിനും നിർണായകമായ സ്വാധീനമുള്ള ഉപദ്വീപീയ നദികളെയും പിറവികൊള്ളുന്നത് ഉപദ്വീപീയ നദികളിൽ ഏറെയും പിറവികൊള്ളുന്നത് പശ്ചിമഘട്ട മലനിരയിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നോക്കുക, ജാവടിക്കുന്നുകൾ. എന്താണ് ജാവടിക്കുന്നുകൾ? അതുപോലെ തന്നെ പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയ മലകളുടെ സ്ഥാനം അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളുടെ നിരയാണ് പൂർവഘട്ടം. അപ്പൊ ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെ പഠിക്കണം. ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി മല വരെ ഏകദേശം 800 കിലോമീറ്റർ ആണ് പൂർവഘട്ടത്തിന്റെ ആകെ നീളം. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീര സമതലത്തിലൂടെ ഒഴുകുന്നു. പശ്ചിമഘട്ടവും പൂർവഘട്ടവും നീലഗിരി കുന്നിൽ സംഗമിക്കുന്നു. ചോദിച്ചിട്ടുണ്ട്. സംഗമിക്കുന്നത് എവിടെയാണ്? നീലഗിരി കുന്നുകളിലാണ്. മനസ്സിലായോ? അപ്പോ ജാവടിക്കുന്നുകള്, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയ താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളുടെ നിരയാണ് എന്ത് പറയുന്ന ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി മലകൾ വരെ ഏകദേശം 800 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിൽ സംഗമിക്കുന്നു എന്നും മനസ്സിലാക്കാം. അടുത്തത് മധ്യ ഉന്നത തടം. സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠഭൂമി. സത്പുര പർവ്വതനിരയ്ക്ക് വടക്ക് ഭാഗത്തുള്ള വിശാല പീഠഭൂമിയാണ് മധ്യ ഉന്നത തടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറേ അരിക് ആരവല്ലി പർവ്വതമാണ്. അപ്പൊ മധ്യ ഉന്നത തടം എന്ന് പറഞ്ഞാലും മാൾവ പീഠഭൂമി എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? അടുത്തത്, ദീർഘകാലമായുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന വടക്കു പർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി നിര. അപ്പൊ ആരവല്ലി നിര അവശിഷ്ട പർവ്വതത്തിന് അഥവാ മടക്കു പർവ്വതത്തിന് ഉദാഹരണമാണ് എന്ന് പഠിക്കുക. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു എവിടെയാണ്? രാജസ്ഥാനിലെ മൗണ്ട് അബു ആരവല്ലി നിരയിലാണ് എന്ന് ഓർത്തു വെക്കുക. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും ഏത് തന്നെയാണ്? മൗണ്ട് അബു ആണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? അടുത്ത നോക്കൂ, മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പൊ ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത്
ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ കുറിച്ചാണ്. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഏത്? പരീക്ഷയുടെ ചോദ്യമാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. കാരണം ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പുകല്ല്, കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു എന്ന് മനസ്സിലാക്കുക. ധാതുഖനനവും ധാതു അധിഷ്ഠിത വ്യവസായവുമാണ് ഈ പ്രദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഇനി ഇവിടെ അടുത്തത് നോക്കുക. ഇവിടെ നീലഗിരിയെ കുറിച്ച് പറയുന്നുണ്ട്, ഒന്ന് കാണുക. തമിഴ്നാട്, കർണാടകം, കേരളം എന്തൊക്കെയാണ്? തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് നമ്മൾ നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത്. പ്രധാനമായും പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായ ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രമാണ് ഊട്ടി, കുനൂറ്, കോട്ടഗിരി എന്നിവ. അപ്പൊ നീലഗിരി കുന്നുകളിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഊട്ടി അല്ലെങ്കിൽ ഉദകമണ്ഡലം ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്. മനോഹരവും വിശാലവുമായ പുൽമേടുകളും മിതോഷ്ണ സസ്യജാലങ്ങളും സുഖശീതളമായ കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും വാണിജ്യ പച്ചക്കറി കൃഷിയും മാലിന്യമുക്തമായ പരിസ്ഥിതിയും നീലഗിരിയെ ആകർഷകമാക്കുന്നു. ജൈവ വൈവിധ്യ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല ഉദ്യാനം. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം ഏതാണ്? നീലഗിരിയാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഉപദ്വീപീയ ഇന്ത്യയിലെ കാലാവസ്ഥാ വൈവിധ്യം. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ്. എന്നാൽ താപനിലയും മഴയിലുമെല്ലാം ഗണ്യമായ സ്ഥലകാല വ്യത്യാസങ്ങൾ പ്രകടമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതങ്ങളുടെ കിടപ്പ്, മൺസൂൺ കാറ്റിന്റെ ഗതി തുടങ്ങിയവയാണ് എന്ന് മനസ്സിലാക്കാം. പർവ്വത മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തെ ശരാശരി താപം 30°C മുകളിലായിരിക്കും. മാർച്ച് മാസങ്ങളിൽ ഡെക്കാൻ പീഠഭൂമിയിലെ താപനില സാധാരണ 38°C വരെ ഉയരാറുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് ഉൾപ്പെടുന്നത്. പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപം വളരെ കൂടാറുണ്ട്. രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് കാരണം. ഇനി ഉപദ്വീപിന് പുറത്തും പീഠഭൂമിയോ എന്ന് ചോദിക്കുന്നുണ്ട്. രാജസ്ഥാനിലാണ് ജയ്സാൽമീർ. അവിടെ കാണപ്പെടുന്ന മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിത നിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ വടക്കുകിഴക്കു ഭാഗത്തായി വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമിയും ഭൗമചലനങ്ങളാൽ പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും വേർപെട്ടതാണെന്ന് കണക്കാക്കുന്നു. ഗുജറാത്തിലെ കച്ച്, കത്തിയാവാർ മേഖലയിലെ ശിലാതലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. കച്ചും കത്തിയാവാറൊക്കെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്ത നോക്കൂ. ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ ദൈനിക താപാന്തരം എന്ന് വിളിക്കുന്നു. ദൈനിക താപാന്തരം എന്ന് വിളിക്കുന്നു. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരിവൊഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമോ വിരളമോ ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരുവിൽ തട്ടി ഉയരുന്ന ഈർപ്പുവാഹിയായ വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായ വശത്ത് വലിയ തോതിൽ മഴ കാരണമാകുകയും ചെയ്യുന്നു. 250 സെന്റിമീറ്റർ മുതൽ 400 സെന്റിമീറ്റർ വരെയാണ് ഇക്കാലയളവിൽ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറും ലഭിക്കുന്ന മഴ. എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചെരുവിൽ നിന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമായതിനാൽ കിഴക്കേ ചെരുവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ വിരളമായ മഴ മാത്രമേ ലഭിക്കാറുള്ളൂ. അങ്ങനെയുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ പഠിച്ചു, ചിന്നാർ എന്ന് പറയുന്ന ഒരു വന്യജീവി സങ്കേതം എവിടെയുണ്ട്? ഇടുക്കി ജില്ലയിലുണ്ട്. ചാമ്പൽ, മലയണ്ണാൻ, നക്ഷത്ര ആമകൾ തുടങ്ങിയവയെ ഇവിടെ കാണപ്പെടുന്നു. ആ ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ് എന്ന് പഠിക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഓർക്കണോ? ആ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അത് ഓർമ്മയുണ്ടാവും. മഹാരാഷ്ട്ര തീരത്ത് വന്നു ചേരുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ താപ്തി നദീതടങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മഴ ലഭിക്കുന്നു. വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത്, നേരത്തെ പറഞ്ഞതാണ്, വീണ്ടും പറയാണ്, വടക്ക് കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേര് മൺസൂണിന്റെ പിൻവാങ്ങൽ. മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഈ സമയത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിന്റെ കിഴക്ക് തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ വൻതോതിൽ മഴയുണ്ടാക്കുമെങ്കിലും പീഠഭൂമിയിലേക്ക് ഇതിന്റെ ആനുകൂല്യം എത്താറില്ല. ഇനി അടുത്തത്, ഇവിടെ ബോക്സിലെ മഴനിഴൽ പ്രദേശങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് പഠിക്കാം. കടലിൽ നിന്നും ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ പർവ്വതങ്ങളിൽ തട്ടി ഉയർന്ന് പോകുന്നു. ഇത്തരത്തിൽ ഉയരുന്ന വായു ഘനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്ത് ധാരാളം മഴ നൽകുകയും ചെയ്യുന്നു. എന്നാൽ പർവ്വതങ്ങളുടെ മുഖവശത്ത് താഴ്ന്നിറങ്ങുന്ന വായു പൊതുവെ ഈർപ്പരഹിതമായതിനാൽ ഇവിടെ മഴ കുറവായിരിക്കും. ഇത്തരം പ്രദേശങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പോ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഡെഫിനിഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതൊക്കെ കുട്ടികൾക്ക് ഇനി ആവശ്യം. വളരെ ഇമ്പോർട്ടന്റ് ആയത്, എപ്പോഴും ചോദിക്കാറുള്ളത് കേരളത്തിലെ മഴനിഴൽ പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ ചിന്നാർ എന്നുള്ളതാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത്, ഉപദ്വീപീയ പീഠഭൂമിക്ക് ഒരു ചെരിവുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ചെരിവ് എങ്ങനെയാണ്? പൊതുവായ ചെരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എന്നാണ് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ചെരിവ് എവിടെ നിന്നാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഇതിലെ ഉയർന്ന ഭാഗത്തെയാണ് നമ്മൾ പശ്ചിമഘട്ടം. ഇന്ത്യയിലെ പ്രധാന ജലവിഭാജമാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടവും മധ്യ ഉന്നത തലങ്ങളിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന ആരവല്ലി നിരയും ചേർന്ന് ഉപദ്വീപീയ നീരൊഴുക്കിനെ മൂന്നായി തിരിക്കുന്നു. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ, പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ, വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏത്? അതാണ് നമ്മൾ പറയുന്നത്. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏറെയും ജന്മമെടുക്കുന്നത് എവിടെ നിന്ന്? പശ്ചിമഘട്ടങ്ങളിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അതിന്റെ ഇടയിൽ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പഠിക്കാം. എന്താണ് വൃഷ്ടി പ്രദേശം? ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശത്തെ നമ്മൾ ആ നദിയുടെ എന്ത് വിളിക്കുന്നു? വൃഷ്ടി പ്രദേശം എന്ന് വിളിക്കുന്നു. ഒരു നദിയും അതിലെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ നമ്മൾ നീർത്തടം എന്ന് വിളിക്കുന്നു. രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ നമ്മൾ ജലവിഭാജകം എന്ന് വിളിക്കുന്നു. അപ്പൊ വൃഷ്ടി പ്രദേശവും നീർത്തടവും ജലവിഭാജകവുമാണ് ഇവിടെ പറഞ്ഞത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉപദ്വീപീയ പീഠഭൂമിയെ കീറിമുറിച്ച് കിഴക്കു ദിശയിൽ ഒഴുകി കിഴക്കൻ തീരസമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്നത്. അപ്പൊ മഹാനദിയും ഗോദാവരിയും കൃഷ്ണയും കാവേരിയും എവിടെ ചെന്ന് ചേരുന്നു? ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്നു എന്ന് മനസ്സിലാക്കുക. മഹാനദി അതായത് ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിഹാവ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. സംസ്ഥാനം ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ഇബ്ബട്ടെല്ല് തുടങ്ങിയവ മഹാനദിയുടെ പ്രധാന പോഷക നദികളാണ്. ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതുപോലെ പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി എന്നിവ പോഷക നദികളാണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. കൃഷ്ണ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്നു. തുംഗഭദ്ര, ഭീമ, കൊയ്ന തുടങ്ങിയവ കൃഷ്ണയുടെ പോഷക നദികളാണ്. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവയിലൂടെ കൃഷ്ണ ഒഴുകുന്നു. കാവേരി കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കബനി, ഭവാനി, അമരാവതി, അതുപോലെ തന്നെ പാമ്പാർ, അതൊക്കെ തന്നെ പ്രധാന. കബനി, ഭവാനി, പാമ്പാർ തുടങ്ങിയവ എന്താണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ്. കാവേരിയുടെ പോഷക നദികളാണ്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ഇതിന്റെ പോഷക നദികളും അതുപോലെ തന്നെ ഉത്ഭവവുമാണ് ചോദിക്കാറ്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ചോദിക്കൽ സാധാരണ രീതിയിൽ കുറവാണ് കേട്ടോ. ഇനി അടുത്ത ഭാഗം നോക്കാം.
കാവേരി നദീജല തർക്കം കർണാടക തമിഴ്നാട്, ഇത് PSCയുടെ സ്ഥിരം ചോദ്യമാണ്. കർണാടക തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കാവേരി നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തർക്കം നിലനിൽക്കുന്നു. നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടാക്കിയ കരാർ 1924 ഉണ്ടാക്കിയ കരാർ മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമായതിനാൽ അത് അസാധുവാക്കണമെന്ന് കർണാടക സംസ്ഥാനവും, എന്നാൽ മുൻ കരാറിൽ മാറ്റം വരുത്തിയാൽ തമിഴ്നാട്ടിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുമെന്ന് തമിഴ്നാടും നിലപാടെടുത്തു. പ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 1900 ഒരു ട്രിബ്യൂണലിനെ നിയമിക്കുന്നു. 2007 പുറത്തുവന്ന അന്തിമ വിധിയിൽ കാവേരി നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയുണ്ടാവുകയും ചെയ്യുന്നു. ഈ ധാരണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 419 TMC ജലം തമിഴ്നാടിനും 230 TMC ജലം കേരളത്തിനും 7 TMC ജലം പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തിനും എന്ന തരത്തിൽ നിശ്ചയിച്ചു. മനസ്സിലായോ നിങ്ങൾക്ക്? തർക്കം ഇനിയും തീർന്നിട്ടില്ല. സംസ്ഥാനങ്ങളുടെ പുനരാലോചനാ ഹർജികൾ കോടതിയിലൂടെ പരിഗണനയിലാണ് എന്നും മനസ്സിലാക്കുക. അപ്പൊ ഈ തർക്കം ഒന്ന് ക്ലിയർ ആയിട്ട് ഓർക്കണം കേട്ടോ. ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. അപ്പൊ ഉപദ്വീപീയ നദികളിൽ വലുത് ഗോദാവരിയാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോ ഗോദാവരിയെ നമ്മൾ ദക്ഷിണ ഗംഗ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കൃഷ്ണ അതുപോലെ തന്നെ കാവേരി നദികളാണ് വലിപ്പത്തിൽ 2ഉം 3ഉം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഉപദ്വീപീയ നദികൾ നീരൊഴുക്കിൽ പൊതുവെ കാലിക സ്വഭാവമുള്ളവയാണ്. അതായത് കാലത്തിനനുസരിച്ച് മാറുന്നവയാണ്. വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് നീരൊഴുക്ക് കൂടുകയും അല്ലെങ്കിൽ നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നു. ഉപദ്വീപിലെ മറ്റു നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവ് ഉണ്ടാകാറില്ല. ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടി പ്രദേശത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയും ശൈത്യകാലത്ത് വടക്ക് കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതാണ് പ്രധാന കാരണം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 2 പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി. പടിഞ്ഞാറോട്ട് ഒഴുകുന്നു എന്ന് പറയുമ്പോൾ അവ അറബിക്കടലിൽ പതിക്കുന്നവയാണ്. നർമ്മദ, താപ്തി എന്നീ നദികൾ മധ്യ ഉന്നത തലത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉത്ഭവിക്കുന്നത്. മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരകളും ജംബൽപൂരിന് സമീപമുള്ള ദുവാൻദർ വെള്ളച്ചാട്ടവും സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും നർമ്മദ നദിയെ ശ്രദ്ധേയമാക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? ജബൽപൂരിന് സമീപം കാണപ്പെടുന്ന ദുവാൻദർ വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതി, ഇതൊക്കെ എവിടെയാണെന്നാ പറയണത്? നമ്മുടെ ഏത് നദിയിലാന്നാ പറഞ്ഞേ? നർമ്മദ നദിയിലാണെന്നാ പറയണേ. നർമ്മദ മധ്യപ്രദേശിലെ അമർകാണ്ടക് മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അല്ലെ? ഇനി പ്രധാന നദികൾ ഏതാണ്? പോഷക നദികൾ ഹിരണും ബഞ്ചാറുമാണ്. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. എവിടെയായിരിക്കും നർമ്മദയും താപ്തിയും പതിക്കുണ്ടാവുക? നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. അതുകൊണ്ട് തന്നെ അറബിക്കടലിലാണ് ഇവ പതിക്കുന്നത്. താപ്തി മധ്യപ്രദേശിലെ മുൾത്തായ് വനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പൂർണ്ണ, ഗിർന ചോദിച്ചിട്ടുള്ളതാണ്. എന്തിന്റെ പോഷക നദികളാണ്? താപ്തി നദിയുടെ പോഷക നദികളാണ്. ബംഗ്ലാദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. നർമ്മദ ബച്ചാവോ ആന്തോളൻ PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ നദിയിലെ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായ ജനകീയ പ്രക്ഷോഭമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടും നർമ്മദ അണക്കെട്ടും അടക്കമുള്ള വലുതും ചെറുതുമായ നിരവധി ഡാമുകൾ ഈ പ്രദേശത്തെ പരിസ്ഥിതി നാശത്തിനും കുടിയൊഴിപ്പിക്കലിനും കാരണമായതോടെയാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. തദ്ദേശീയരായ ആദിവാസി ജനവിഭാഗങ്ങളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ പ്രക്ഷോഭത്തിൽ കൈകോർത്തു. 1994 മുതൽ 99 വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനായതും ലോകബാങ്ക് അടക്കമുള്ള നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനായതും പദ്ധതിയെ സംബന്ധിച്ചുള്ള പുനർചിന്തനവും ഈ പ്രക്ഷോഭത്തിന്റെ നേട്ടങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികൾ. മാൾവ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭവിച്ച് വടക്കോട്ടൊഴുകി യമുന നദിയിലേക്കും നേരിട്ട് ഗംഗാ നദിയിലേക്കും ചെന്നു ചേരുന്ന പ്രധാന നദികള് നമ്മള് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2nd ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചമ്പൽ റവൈനുകൾ. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ അവിടുത്തെ വ്യത്യസ്തമായ ഭൂസവിശേഷതയാണ്. എന്താണ് റവൈൻസ് എന്നാണ് ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി അറിയപ്പെടുന്നത്. കണ്ടോ റവൈനറുകള്? കണ്ടോ? നമ്മൾക്ക് ഒരു ഉപകാരം ഇല്ലാണ്ട് വെറുതെ കിടക്കണ സ്ഥലങ്ങൾ കേട്ടോ. റവൈനറുകള് ജലസേചനം, ഊർജോൽപാദനം, അതുപോലെ തന്നെ വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ ഉപദ്വീപീയ നദികളെ
നാം ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിലെ വിവിധോദ്ദേശ പദ്ധതികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഹീരാക്കുഡ് അല്ലെ, ഏത് നദിയിലാണ്? ഹീരാക്കുഡ് നദീതട പദ്ധതി മഹാനദിയിലാണ്, ഒഡീഷയിലാണ്. ഇതെല്ലാം നിങ്ങൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ തുംഗഭദ്ര നദി, അതായത് കൃഷ്ണയുടെ പോഷക നദിയിലെ തുംഗഭദ്ര നദീതട പദ്ധതി എവിടെയാണ്? കർണാടകത്തിൽ. ഗുജറാത്തിൽ നർമ്മദ നദിയിൽ സർദാർ സരോവർ പദ്ധതി, കർണാടകത്തിൽ കാവേരി നദിയിൽ കൃഷ്ണരാജ സാഗർ പദ്ധതി, ആന്ധ്രാപ്രദേശിൽ ഗോദാവരി നദിയിൽ നിസാം സാഗർ, ഒഡീഷയിൽ മഹാനദിയിൽ ഹിരാക്കുഡ്, കർണാടകത്തിൽ തുംഗഭദ്രയിലെ തുംഗഭദ്ര പദ്ധതി, ഗുജറാത്തിൽ നർമ്മദയിലെ സർദാർ സരോവർ, കർണാടകത്തിൽ കാവേരിയിൽ കൃഷ്ണരാജ സാഗർ, ആന്ധ്രാപ്രദേശിൽ ഗോദാവരിയിൽ നിസാം സാഗർ തുടങ്ങിയ പദ്ധതികൾ. എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി? ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളെയാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ എന്ന് വിളിക്കുന്നത്. അതായത് വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, ജലവൈദ്യുത ഉൽപാദനം, ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഇത്തരം പദ്ധതികളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. അതുകൊണ്ട് ഒരു ഉദ്ദേശം മാത്രമല്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ വിവിധ ഉദ്ദേശ പദ്ധതി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് പീഠഭൂമിയിലെ സസ്യജാലങ്ങളെ കുറിച്ചാ പറയണേ. ഓരോ പ്രദേശത്തിന്റെയും കാലാവസ്ഥയും ഭൂപ്രകൃതിയും അനുസൃതമായ നൈസർഗിക സസ്യജാലങ്ങൾ രൂപം കൊള്ളുന്നു. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ സസ്യജാലങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന്, ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും വ്യാപകമായ സ്വഭാവ വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്ന് പറയുന്നത് കേട്ടോ. മഴയുടെ ഏറ്റക്കുറച്ചിൽ മുൻനിർത്തി നമുക്ക് ആർദ്ര ഇലപൊഴിയും കാടുകൾ, വരണ്ട ഇലപൊഴിയും കാടുകൾ എന്നിങ്ങനെ ഇവയെ നമുക്ക് രണ്ടായി തിരിക്കാം. 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്ന് വിളിക്കുന്നു. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവുകളെ പൊതുവെ കണ്ടുവരുന്നത് ഇത്തരം സസ്യജാലങ്ങളാണ്. കൂടാതെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളും ഛോട്ടാ നാഗ്പൂരിലും ഇത്തരം സസ്യജാലങ്ങളുണ്ട്. തേക്ക്, സാൽ വൃക്ഷം, ശിഷം, മൗവ, ചന്ദനം തുടങ്ങിയ വൃക്ഷങ്ങൾ എവിടെ കാണപ്പെടുന്നു? ആർദ്ര ഇലപൊഴിയും വൻകാടുകളിൽ കാണപ്പെടുന്നു കേട്ടോ. ഇനി അടുത്തത് 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പീഠഭൂമിയുടെ ഇതര ഭാഗങ്ങളിൽ വരണ്ട ഇലപൊഴിയും കാടുകളാണ് ഉള്ളത്. മഴ തീരെ കുറഞ്ഞ മേഖലകളോട് അടുക്കുമ്പോൾ ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും വഴിമാറുന്നു. വരൾച്ച കാലം എത്തുന്നതോടെ ഈ സസ്യങ്ങൾ പൂർണ്ണമായും ഇല പൊഴിക്കുകയും വനങ്ങൾ ഇലകളിൽ എത്താത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായി മാറും. വനങ്ങൾ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായി മാറുന്നു കേട്ടോ. സോറി കേട്ടോ മക്കളെ. വനങ്ങളിലെ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായി മാറും. അതായത് തേക്ക്, റോസ് വുഡ്, അതുപോലെ ആക്സിൽ വുഡ്, മുളവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇവിടെ ധാരാളമായിട്ട് കാണുന്നു. ഇനി എന്തെന്നാ ഉഷ്ണമേഖല മുൾക്കാടുകള്? അതായത് 75 സെന്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന ഉയർന്ന താപനിലയുള്ളതുമായ പ്രദേശമാണ് ഇത്തരം സസ്യജാലങ്ങൾ പൊതുവായി കാണപ്പെടുന്നത്. അതായത് അക്കേഷ്യ പോലുള്ള മരം, അതുപോലെ യൂഫോർബിയ, ഈന്തപ്പന, അങ്ങനെയുള്ള ചില പുല്ലുവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് ഉഷ്ണമേഖല മുൾക്കാടുകളിൽ കാണപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധമരുപ്രദേശങ്ങളിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലും ഇത്തരം പെടുന്നു. ടീച്ചർ പറയാലോ, ഇത്തരം കാര്യങ്ങൾ സാധാരണ രീതിയിൽ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകൾക്ക് ഈ ഭാഗങ്ങളൊന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇനി ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായ പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെ പൊതുവിൽ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഇവിടങ്ങളിൽ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളും കാണപ്പെടുന്നു. നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെ നമ്മൾ എന്തു വിളിക്കുന്നു? ഷോല ഫോറസ്റ്റ്, ചോലവനങ്ങൾ. ഏതൊക്കെയാ ചോലവനങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ 3 ദേശീയ ഉദ്യാനങ്ങൾ പഠിച്ചില്ലേ? എന്താ പഠിച്ചേ? മതികെട്ടാൻ ചോല അല്ലെ, മതികെട്ടാൻ ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല. ഇത് 3ഉം ഇടുക്കി ജില്ലയിലാണ് അല്ലെ. പാമ്പാടും ചോല ഏറ്റവും ചെറുതാണ്, അവസാനം വന്ന ദേശീയ ഉദ്യാനാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായില്ലേ? ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഏറെയും എങ്ങനെയാണ്? അവരുടെ ആ ഓരോ പ്രദേശത്ത് തനതിടത്ത് രൂപപ്പെട്ടവയാണ്. ഇവിടെ കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ് കറുത്ത മണ്ണുണ്ട്, ചെമ്മണ്ണുണ്ട്, ലാട്രൈറ്റ് ഉണ്ട്, പർവ്വത മണ്ണുണ്ട്.
ഇനി ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട അതത് ഇടങ്ങളിൽ തന്നെ നിലകൊള്ളുന്ന മണ്ണിനങ്ങളെ തനതിട മണ്ണിനങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം കറുത്ത മണ്ണ്. എന്നാൽ നദികളും കാറ്റും ഒക്കെ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന മണ്ണിനങ്ങളെ അത്തരം എന്താ പറയുന്നത് വഹിച്ചു കൊണ്ടിരുന്ന മണ്ണിനങ്ങൾ എന്നറിയപ്പെടുന്നു. എന്താണ് വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണിനങ്ങൾ? അതിന് ഉദാഹരണമാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൽ ധാരാളം എന്തുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് അവസാദങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അത് പല സ്ഥലത്തു നിന്നും കൊണ്ടുവരുന്നതല്ലേ. ഇനി കറുത്ത മണ്ണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറു ഭാഗത്തും അതിവിശാലമായ ലാവാ പീഠഭൂമിയാണെന്ന് നമ്മൾ പഠിച്ചുല്ലോ. ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാ ശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ്. അപ്പൊ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗ്യമായും കാണപ്പെടുന്നു. ഇനി ഈ മണ്ണ് ഏതെല്ലാം പേരുകൾ അറിയപ്പെടുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് റിഗർ മണ്ണ്, അതുപോലെ തന്നെ എന്താണ് ചെർണോസം, പിന്നെന്താ പറഞ്ഞ പരുത്തിക്ക് അനുയോജ്യമായതിനാൽ കറുത്ത പരുത്തി മണ്ണ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. അപ്പൊ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ചെർണോസം എന്ന പരിണാമത്തിൽ അറിയപ്പെടുന്ന മണ്ണ് ഏത്? അതൊക്കെയാണ് കൂടുതൽ ചോദിച്ചേക്കണേ. അപ്പൊ ഇത് കൂടുതൽ കാണപ്പെടുന്നു ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത്. ഇനി ചെമ്മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണ് ഉണ്ടാകുന്നത്. പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുന്നുവെങ്കിലും ചിലയിടങ്ങളിൽ ഇത് തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഇതിന്റെ ചുവന്ന നിറത്തിന് കാരണം. ഇതാണ് കൂടുതൽ ചോദിച്ചേക്കുന്നത്. ഇനി അടുത്തത് ലാറ്ററൈറ്റ് സോയിൽ കേട്ടോ. കനത്ത മഴ, വരൾച്ച മാറി മാറി അനുഭവിക്കുന്ന പ്രദേശങ്ങളിലെ മണ്ണില് സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൾ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. കണ്ടോ ലാറ്ററൈറ്റ്? പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര നിരകൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിൽ മുഖ്യമായി ലാറ്ററൈറ്റ് മണ്ണ് കാണുന്നു. പൊതുവെ ഫലഭൂഷ്ടി കുറഞ്ഞ ഈ മണ്ണിനം കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക ഇതൊക്കെയാണ് ഇതിലൂടെ കൃഷി ചെയ്യാറ്. എന്തില്? ലാറ്ററൈറ്റ് മണ്ണിൽ കേട്ടോ. ഇതൊക്കെ പഠിക്കണം, എന്താ കൃഷി ചെയ്യണേ എന്നുള്ളത് കേട്ടോ. ഇനി അടുത്തത് പർവ്വത മണ്ണ്. ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പർവ്വത മണ്ണ് പർവ്വതത്തിലല്ലേ, മലനിരകളിലല്ലേ. പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിൽ കാണപ്പെടുന്നു. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ടല്ലോ പശ്ചിമഘട്ടമൊക്കെ. അപ്പൊ അവിടെയുള്ള തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖല, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പർവ്വത മണ്ണ് അനുയോജ്യമാണ്. മേൽപ്പറഞ്ഞ മണ്ണിനങ്ങളെ കൂടാതെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായി വൈവിധ്യമാർന്ന പ്രാദേശിക മണ്ണിനങ്ങൾ കൂടി കാണപ്പെടുന്നു. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷി. സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവെ കൃഷിയോഗ്യമല്ല. എങ്കിലും നെല്ല്, ഗോതമ്പ്, പരുത്തി, കരിമ്പ്, പുകയില തുടങ്ങിയ വിളകളും തോട്ടവിളകളായ കാപ്പി, തേയില തുടങ്ങിയവയും ഉപദ്വീപീയ പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നു. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയിൽ എന്തൊക്കെയാ? നെല്ല്, ഗോതമ്പ്, പരുത്തി, കരിമ്പ്, പുകയില, കാപ്പി, തേയില ഇതൊക്കെ കൃഷി ചെയ്യുന്നു. ഇനി നിമ്നോന്നതമായ ഭൂപ്രകൃതി, നീരൊഴുക്കൽ, കാർന്നെടുക്കുന്ന മേൽമണ്ണ്, ചെങ്കുത്തായ ചെരിവുകൾ, മേൽമണ്ണിന്റെ കനക്കുറവ്, അനാവൃത ശിലകൾ, ഇടയ്ക്കിടെയുള്ള കുന്നുകൾ തുടങ്ങിയ കാരണങ്ങളാൽ ചിലയിടങ്ങളിൽ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മേൽമണ്ണിന് കനല്ല, ഭയങ്കര ചെരിവുള്ള, ആവശ്യമില്ലാണ്ട് കുറെ ശിലകള് അല്ലെ, നീരൊഴുക്ക് കാരണം മേൽമണ്ണൊക്കെ പോവും. അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഇത്തരം കൃഷി നടത്താറില്ല. പശ്ചിമഘട്ട നിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാമുഖ്യം. നീലഗിരിയിൽ എന്താ കൃഷി ചെയ്യണേന്ന് പഠിക്കണം കേട്ടോ. തേയില, കാപ്പി തുടങ്ങിയത് വ്യാപകമായിട്ട് കാണപ്പെടുന്നു. കാപ്പി. കർണാടകമാണ് കാപ്പി ഉൽപാദനത്തിൽ ഇന്ത്യയിലെ 1-ാം സ്ഥാനം. ചോദിച്ചിട്ടുണ്ട്. കാപ്പി കൃഷിയുടെ ഏകദേശം 59%, കാപ്പി ഉൽപാദനത്തിൽ ഏകദേശം 71% കർണാടകത്തിലാണ്. ഉൽപാദനത്തിൽ ഏകദേശം 22% കേരളത്തിന്റെ 2-ാം സ്ഥാനമാണ്. 2-ാം സ്ഥാനത്ത് അറബിക്ക, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള മുന്തിയ ഇനം കാപ്പിയാണ് മിക്കായിട്ടും കൃഷി ചെയ്യുന്നത്. അപ്പോ അത്യുൽപാദന ശേഷിയുള്ള കാപ്പി ഇനങ്ങളാണ് അറബിക്ക, റോബസ്റ്റ. അപ്പൊ റോബസ്റ്റ എന്നൊക്കെ കാണുമ്പോൾ റോബസ്റ്റ് പഴം എന്നൊക്കെ തോന്നേ. അപ്പൊ അതൊന്നല്ല കേട്ടോ. റോബസ്റ്റ എന്ന് പറയുന്ന ഒരു പഴമൊക്കെ ഉണ്ട്, മറ്റേ വാഴപ്പഴം പോലെയുള്ള പഴം. അപ്പൊ അതൊന്നും അല്ല, ഇതെന്ന് മനസ്സിലാക്കുക. റോബസ്റ്റ കാപ്പീനാണെന്ന് ഓർത്തു വെക്കണം കേട്ടോ.
മുന്തിയ കാപ്പി ഇനമാണ്. തേയില പീഠഭൂമിയിൽ തേയില കൃഷി പ്രധാനമായിട്ടും തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, കേരളത്തിലുണ്ട് അല്ലെ. ഇന്ത്യയിലെ ആകെ ഉൽപാദനത്തിന്റെ 25% തോട്ടവിസ്തൃതിയുടെ 44% ഈ മേഖലയിലാണ്. ധാരാളം തൊഴിലാളികൾ ആവശ്യമായതിനാൽ തേയില തോട്ടങ്ങളിലും അനുബന്ധ വ്യവസായത്തിലുമായി അനവധി തൊഴിലവസരങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. കണ്ടോ കാപ്പിക്കുരുവിനെ കാണണേ. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ചു. എപ്പോ? 17-ാം നൂറ്റാണ്ടിൽ. മുസ്ലിം പുരോഹിതനായിരുന്ന ബാബാ ബുദാനാണ് അറേബ്യയിൽ നിന്ന് 7 കാപ്പി കുരുക്കൾ ഇന്ത്യയിൽ എത്തിച്ചത്. അപ്പൊ എവിടുന്ന വന്ന? അറേബ്യയിൽ നിന്ന്. ചിക്കമഗലൂർ അവിടെ മലയോരത്ത് കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായ ഈ പ്രദേശം എന്താണ്? ബാബാ ബുദാൻ കുന്നുകൾ എന്നറിയപ്പെടുന്നു. എന്തറിയപ്പെടുന്നു? ബാബാ ബുദാൻ കുന്നുകൾ എന്നറിയപ്പെടുന്നു കേട്ടോ. ഇനി കരിമ്പ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഉള്ളതെങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ ഒരുക്കുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശമാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവ മണ്ണ്, അതുപോലെ ഉഷ്ണമേഖല കാലാവസ്ഥ, ദീർഘമായ വിളവെടുപ്പ് കാലം, ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സുക്രോസ് അംശം, അതൊക്കെ തന്നെ എന്താണ്? കരിമ്പ് കൃഷി ഡെക്കാൻ പീഠഭൂമിക്ക് അനുകൂല ഘടകമായി മാറുന്നു. ഇനി അടുത്തത് പരുത്തി ഒരു ഖാരിഫ് വിളയാണെങ്കിലും ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ എന്താണ്? കൃഷി ആരംഭിച്ച് ജനുവരി മുതൽ മെയ് വരെ മാസങ്ങളിലായി വിളവെടുപ്പ് നടത്തുന്നു. കാരണം വളർച്ചയുടെ 7 മാസത്തോളം മഞ്ഞ് ഉണ്ടാകാൻ പാടില്ല. 21 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 50 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. എന്നാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സഹായത്തോടെ പരുത്തി കൃഷി ചെയ്യാറുണ്ട്. ഡെക്കാൻ മാൾവ പീഠഭൂമിയിലെ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഇത് നമ്മൾ കുറെ പ്രാവശ്യമായി പറയുന്നു. രാജ്യത്ത് ആകെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ഗുജറാത്തിനാണ്. അപ്പോ പരുത്തി കൃഷിയിൽ 1-ാം സ്ഥാനം ഗുജറാത്ത്, 2-ാം സ്ഥാനം മഹാരാഷ്ട്ര. അടുത്ത ധാതുക്കളുടെ കലവറ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും ക്രമീകരിച്ചിരിക്കുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു. ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖല. ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖലയാണ്. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാരാളം അലോഹ ധാതുക്കൾ എവിടെ കാണപ്പെടുന്നു? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം. ഏറ്റവും വലിയ ധാതു മേഖലയാണ് ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമികൾ. ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ നമ്മൾ പറഞ്ഞ തന്നെ ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നു. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അബ്രം, ബോക്സൈറ്റ് എന്നിവ ഈ മേഖലയിൽ നിന്ന് ഖനനം ചെയ്യപ്പെടുന്നു. മധ്യമേഖല നേരത്തെ പറഞ്ഞു, വീണ്ടും പറയാണ്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന മധ്യമേഖലയിൽ മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, മാർബിൾ, കൽക്കരി, അബ്രം, ഇരുമ്പയിര്, ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കൾ സുലഭമാണ്. ദക്ഷിണ മേഖല. കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിന്റെ ഭാഗങ്ങൾ ഉൾപ്പെട്ട മേഖലയില് ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് തുടങ്ങിയ ധാതുക്കൾ കാണുന്നു. അടുത്ത തെക്കു പടിഞ്ഞാറൻ മേഖല. പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്ന ഈ മേഖലയിൽ ഇരുമ്പയിരും കളിമണ്ണും കാണുന്നു. വടക്കു പടിഞ്ഞാറൻ മേഖല. രാജസ്ഥാനിലെ ആരവല്ലി നിരയിലും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളും ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയവയിൽ സമ്പന്നമാണ് എന്ന് ഓർത്തുവെക്കുക. ക്ലിയർ ആയില്ലേ? ഇവിടെ ഓരോ സ്ഥലങ്ങളും അവിടെ എന്താ പറയുന്നത്, ധാതു വിഭവങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കി വെക്കുക കേട്ടോ. ഇവിടെ കണ്ടില്ലേ ധാതു വിഭവങ്ങളെ കുറിച്ചിട്ട്? ഇനി ഇവിടുത്തെ ജനജീവിതം. ഉപദ്വീപീയ പീഠഭൂമിയിൽ മിതമായ ജനസംഖ്യയാണുള്ളത്. പൊതുവെ കൃഷിയോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയും വൻകര കാലാവസ്ഥയും കാരണം ആദ്യകാലങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ജനവാസം പരിമിതമാണ്. പിൽക്കാലത്ത് ധാതുഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. റോഡ്, റെയിൽ ഗതാഗത മാർഗങ്ങളും വികസിച്ചു. ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ ആവിർഭാവവും ജനങ്ങളെ പീഠഭൂമിയിലേക്ക് അടുപ്പിച്ചു. കൂടാതെ ജലസേചനവും സാങ്കേതിക സാധ്യതകളും മുൻനിർത്തിയുള്ള വാണിജ്യ കൃഷി സാധ്യതകളും ഇവിടെ ജനവാസം ഉയരുന്നതിന് കാരണമായി എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? അടുത്തത് എന്താ? ഭൗതിക വിഘാതങ്ങളെ മാനവ വിഭവശേഷി വികസനത്തിലൂടെ തരണം ചെയ്യുകയും അസാധ്യമായിരുന്നത് സാധ്യമാക്കുകയും ചെയ്യുന്ന മനുഷ്യോദ്ധാനത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞുകൊണ്ട്
ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എനിക്ക് വായിച്ചു വയ്യാണ്ടായി എന്ന് തന്നെ പറയാം. കാരണം കുറെ അധികം കാര്യങ്ങൾ ഉണ്ട് ഇതില്. പക്ഷെ കുറെ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മുന്നേ പറഞ്ഞിട്ടുള്ള, അതുകൊണ്ട് അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങള്, അതായത് ഓരോ കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, മണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്, കാപ്പി എവിടുന്ന കൊണ്ടുവന്നേ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞില്ലേ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഇഷ്ടപ്പെട്ടു വെച്ചാൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോ അടുത്ത ദിവസം നമുക്ക് SCRT യുടെ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം.